ഡോക്ടറെ എനിക്ക് പ്രതീക്ഷയില്ല, ഇനി കൂടുതൽ ഇല്ല, ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ മാറ്റാൻ തീരുമാനിച്ചതും അതും മനസ്സിന് വലിയൊരു ആശ്വാസമായി. അപ്പൊ പലരുടെയും സംശയങ്ങളിൽ ഒന്നും അങ്ങനെ മാറ്റാമോ? അങ്ങനെ തീർച്ചയായും മാറ്റാം. നമ്മൾ ചികിത്സിക്കുന്നത് അസുഖം മാറാനാണ്. അപ്പൊ ഒരു ഡോക്ടർ നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ തീർച്ചയായും അയാളെ മാറ്റണം. നമുക്ക് തൃപ്തികരമായിട്ട് ചികിത്സ തരുന്ന ഡോക്ടറെ തന്നെ നമ്മൾ സമീപിക്കണം. സത്യമായിട്ടും പതറിപ്പോകുന്ന അവസ്ഥയാണ്. പിന്നെ മറികടന്നേ മതിയാവുന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും വഴി തെളിയും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകാൻ ഞാനും റെഡി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഡോക്ടർ ഇവർക്ക് ഹോപ്പില്ല എന്ന് പറഞ്ഞപ്പോ, അല്ല, ഡോക്ടർക്ക് ഹോപ്പില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഹോപ്പുണ്ടെന്ന്. സത്യം, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു, എനിക്ക് ഹോപ്പുണ്ട്, ഞാൻ ജീവിക്കും, കാരണം എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഞാൻ 4th സ്റ്റേജ് കഴിഞ്ഞ് മൊത്തം ആന്തരികാവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടും എനിക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ, 1st സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങളുടെ ചികിത്സ എളുപ്പമാണ്, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ കുറച്ച് സമയമേ വേണ്ടൂ, എന്തിനാണ് മറച്ചു വെക്കാനുള്ളത്? എല്ലാ അസുഖം പോലെ ഒരു അസുഖം മാത്രമാണ് ഇതും. അതും തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ മാറ്റാവുന്ന അസുഖമാണ്. 1st സ്റ്റേജ് 2nd സ്റ്റേജും ക്യാൻസർ മാറുക എന്ന് വെച്ചാൽ നമ്മളൊരു പനിക്ക് പോയി ചികിത്സിച്ച് മാറി വരുന്ന പോലെ തന്നെ വരാൻ പറ്റും. Every voice can spark a brand new flame. On Media Mathamgi we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on and join us now. Media Mathamgi. നമുക്കിപ്പോൾ ഉള്ളത് ആനന്ദ് ജ്യോതിയാണ്. കഴിഞ്ഞൊരു 1.5-2 വർഷത്തെ കാലയളവിന് പുള്ളിക്കാരി സർവൈവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വഴിയെ ചോദിച്ച് അറിയാം കാര്യങ്ങൾ. കാരണം ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു വീഡിയോ ആണെന്നുള്ളതായിരിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചില പ്രതിസന്ധികളിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാം. പക്ഷെ അത് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിന്റെ അറിയാൻ വേണ്ടിയാണ് ആനന്ദ് ജ്യോതിയായിട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ആനന്ദ് ജ്യോതി. ഗോവ ഫിലിം ഫെസ്റ്റിവലിന്റെ യാത്രയ്ക്ക് പോകുന്ന സമയത്താണ് ഞാൻ ജ്യോതിയുടെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പോ വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു അതിന്റെ ഒരു അത് വായിക്കുന്ന സമയത്ത്. അതനുസരിച്ച് ഞാൻ കുറച്ച് ഷെയർ ചെയ്യുക എന്തൊക്കെയോ ഞാൻ ചെയ്തിരുന്നു അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. സോ അങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ പ്രസന്നത ജ്യോതിയുടെ മുഖത്തും കാണുന്നുണ്ട്. ഈ സമയത്ത് സ്വന്തം ജീവിതത്തിനോടും ലോകത്തോടും തോന്നുന്ന ഒരു അവസ്ഥ എന്താണ്? എനിക്ക് തോന്നുന്നത്, ആദ്യം എന്നെ ഇങ്ങനെ ഒരു സംസാരത്തിന് ക്ഷണിച്ചതിന് ആശിഷിനോട് നന്ദി പറയുന്നു. ഒപ്പം മനുഷ്യ സ്നേഹം എത്രമാത്രം വലുതാണ്, മനുഷ്യൻ എന്ന ഒരു വികാരം എത്രമാത്രം വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ 2 വർഷങ്ങൾ കൂടിയായിരുന്നു ഇത്. ജീവിതത്തില് വലിയൊരു പ്രതിസന്ധിയാണ് കടന്നു പോയത്. അപ്പോ ഇനിയും എന്തൊക്കെ നമുക്ക് തരണം ചെയ്യാനുണ്ടെന്ന് അറിയില്ല. ലൈഫ് അങ്ങനെയാണല്ലോ, ഉയർച്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ലൈഫ്. പക്ഷെ നമ്മൾ അതിനെ ഇനിയും മുന്നോട്ട് നമുക്ക് ഉണ്ട്, ഇനിയും മുന്നോട്ട് തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് ആശിഷ് പറഞ്ഞ പോലെ ഞാനും ഞെട്ടലോടെയാണ്, എനിക്ക് ക്യാൻസറോ, അതായത് നല്ല ഹെൽത്തി ആയിരുന്ന ഒരാളായിരുന്നു, യോഗയും കളരിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ബാക്ക് പെയിൻ വന്ന് തുടങ്ങി, പിന്നെ അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഒരു ഞെട്ടൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഈ നടുവേദന കൊണ്ട് ഞാൻ അത്രയ്ക്ക് വലഞ്ഞിരുന്നു. ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയാതെ 6 മാസം കടന്നുപോയി. അപ്പോൾ കൃത്യമായിട്ട് റീസൺ കിട്ടിയതിന്റെ ആശ്വാസത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാൻസർ ആണോ, ക്യാൻസർ ആണോ, എന്നാ പിന്നെ അതിന് ചികിത്സിക്കാലോ, അല്ലാതെ ഇത് എന്താണ് സംഭവം ഇത് എങ്ങനെ മാറുമെന്ന് അറിയാതെ വിഷമിച്ചിരുന്നതിൽ നിന്ന് ഒരു റീസൺ കിട്ടി. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങാലോ. അപ്പൊ പക്ഷേ ആദ്യത്തെ പ്രതിസന്ധി, ഞാൻ വളരെ അറിയപ്പെടുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പോയ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞത് 4th സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, വലിയ ഹോപ്പൊന്നുമില്ല, പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നാണ്. അപ്പൊ അത് ഒരു, കാരണം നമ്മുടെ കയ്യിൽ മനസ്സേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ചികിത്സയില്ല. ചികിത്സ തരേണ്ടത് ഡോക്ടറാണല്ലോ. അപ്പോ നമ്മുടെ മനസ്സിനെ എത്ര സ്ട്രോങ് ആക്കി വെച്ചാലും അതിന്റെ ഒപ്പം നമുക്ക് നല്ല ചികിത്സ കൂടി കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഡോക്ടർ വേണ്ടാന്ന് വെച്ചു. എനിക്ക് പ്രതീക്ഷ തരാത്ത ഡോക്ടറെ, എനിക്ക് എന്റെ ധൈര്യം കളയുന്ന ഡോക്ടർ വേണ്ടെന്ന് വെച്ചു. MVR പ്രശാന്ത് ഡോക്ടറുടെ കീഴിൽ ചികിത്സ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്.
അത് ആശിഷ് പിന്നീട് ചോദിക്കുമ്പോൾ ഞാൻ വഴിയെ കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നമുക്ക് എത്ര പ്രതിസന്ധികൾ വരുമ്പോഴും ഇനിയും മുന്നോട്ടുണ്ട്. ഇത് താൽക്കാലികമായ ഒരു പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുകയും അതിനെ ധൈര്യപൂർവ്വം നേരിടുകയും ചെയ്യുക. ഇതൊരു രോഗമാണ്, അസുഖമല്ല. മീൻസ് അസുഖം മനസ്സിനെ ബാധിക്കുന്നതാണ്, നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടില്ല, ശരീരത്തെ ബാധിച്ചൊരു രോഗം മാത്രമാണ്. അതിന് ചികിത്സയുണ്ട്. അതിനെ നമ്മൾ മനസ്സിനെ ബാധിക്കുന്നതായി മാറ്റാതിരുന്നാൽ മനസ്സ് തന്നെ നമ്മളെ ശരീരത്തെയും കൊണ്ടുവന്നോളൂ, ഇടയ്ക്കൊന്ന് വീണ് പോയാൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അനുഭവം അതാണ്. എനിക്ക് മറ്റുള്ളവരോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക് മൈൻഡ് ഡൗൺ ആവാതെ ഇരിക്കുക. കാരണം എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഒരേ അവസ്ഥയായിരിക്കില്ലല്ലോ. നമുക്ക് സങ്കടങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, രോഗങ്ങൾ വരാം. അപ്പോൾ അതിലങ്ങ് തളർന്നു പോവാതെ മുന്നോട്ട് പോകണം. ഇനിയും മുന്നോട്ട് എനിക്കുണ്ട്. തൽക്കാലം ഇങ്ങനെ ഒരു അസുഖം വന്നത് ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ ചികിത്സിക്കാം എന്നുള്ള ഒരു വിശ്വാസം, പിന്നെ നല്ല ചികിത്സ ഉറപ്പാക്കുക, അതൊക്കെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് ഇനിയും ഉണ്ട് എന്നുള്ളതാണ് ഞാനും തിരിച്ചറിഞ്ഞു. പക്ഷെ ഒരിക്കലും മനഃശക്തി മാത്രം പോരാ, നല്ല ചികിത്സയും കൂടി ഉറപ്പാക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകൾക്ക് മെയിൻ പ്രശ്നം ഫിനാൻസ് വലിയ പ്രശ്നമാണ്. നമ്മുടെ എങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒന്ന് തലവെച്ചാൽ തന്നെ അറിയാലോ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ അതൊന്ന്. പിന്നെ നമ്മൾ ഇമോഷണലി വളരെ ഡൗൺ ആവും. അപ്പോ ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് ഇന്നതാണ് അസുഖം എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെയും കിടക്കാണ് കാര്യങ്ങൾ. ചികിത്സിക്കണം, ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്, കുറച്ച് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം, അങ്ങനെ കുറെ. ആ സിറ്റുവേഷൻ ഒന്ന് പറയാ, ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ആ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി. ആദ്യത്തെ എന്നെ കുറച്ച് ടെൻഷൻ അടുപ്പിച്ചത് സാമ്പത്തിക കാര്യം തന്നെയാണ്. കാരണം ആദ്യം പക്ഷെ ഞങ്ങള് ആദ്യം നടക്കുന്നത് റേഡിയേഷനാണ്. അപ്പോ ഈ അടുത്ത ചികിത്സയുടെ ഫിനാൻഷ്യൽ ബേർഡൻ എത്ര വരും എന്നുള്ളത് അന്ന് അറിയുന്നില്ല. അപ്പോ ആദ്യം തന്നെ റേഡിയേഷൻ ചെയ്തു. ആ 6 മാസം ഞാൻ അനുഭവിച്ച അതികഠിനമായ ബാക്ക് പെയിൻ, കാലുവേദന അങ്ങ് കുറഞ്ഞു എന്നുള്ളപ്പോൾ തന്നെ എന്റെ മൈൻഡ് പകുതി റിലാക്സ്ഡ് ആയി. കാരണം നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാം എന്ന അവസ്ഥയായി. ബെൽറ്റ് ഇടേണ്ടി വന്നു, നട്ടെല്ലിന് ബെൽറ്റ് ഇട്ടു. നട്ടെല്ലിന്റെ 3 വെർട്ടിബ്ര കൊളാപ്സ് ആയി പോയിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രയും ബാക്ക് പെയിനും ആ ബാക്ക് പെയിൻ കാലിലേക്ക് നീങ്ങിയത്. അപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞു, ബെൽറ്റ് ഇട്ടപ്പോഴേക്കും ഒരു ആശ്വാസമായി. പിന്നെ ഞാൻ ഡോക്ടറെ, എനിക്ക് പ്രതീക്ഷയില്ല, ഇനി കൂടുതൽ ഇല്ല, ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ മാറ്റാൻ തീരുമാനിച്ചതും അതും മനസ്സിന് വലിയൊരു ആശ്വാസമായി. അപ്പൊ പലരുടെയും സംശയങ്ങളിൽ ഒന്നും അങ്ങനെ മാറ്റാമോ? അങ്ങനെ തീർച്ചയായും മാറ്റാം. നമ്മൾ ചികിത്സിക്കുന്നത് അസുഖം മാറാനാണ്. അപ്പൊ ഒരു ഡോക്ടർ നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ തീർച്ചയായും അയാളെ മാറ്റണം. നമുക്ക് തൃപ്തികരമായിട്ട് ചികിത്സ തരുന്ന ഡോക്ടറെ തന്നെ നമ്മൾ സമീപിക്കണം. അപ്പൊ ആ ഒരു ഘട്ടം, അതിനുള്ള ഒരു ധൈര്യം കാണിച്ചതും എനിക്ക് ആശ്വാസമായി. പിന്നെ കീമോ ചെയ്യാൻ പോകുന്നു. പക്ഷേ പ്രശാന്ത് ഡോക്ടറുടെ സമീപനം, ആ ഡോക്ടറുടെ രണ്ടാമത് ഞാൻ പോകുന്നത് പ്രശാന്ത് ഡോക്ടറുടെ അടുത്താണ്. ആദ്യത്തെ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല, ഇതിന് ഞാനായിട്ട് ഒരു ഇത് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ രണ്ടാമത് ഞാൻ സമീപിക്കുന്നത് MBRലെ പ്രശാന്ത് ഡോക്ടറെയാണ്. അപ്പൊ ഡോക്ടർ 3 കാര്യം ഈസിയായി പറയുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് പകുതി അങ്ങ് കുറയും. എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന്, 3 മാസത്തേക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കൂ. ആ 3 മാസം കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാം, 3 മാസം കഴിഞ്ഞ് സ്കൂളിൽ പോകാം. മുന്നേ ഉള്ള ഡോക്ടർ പറയുന്നത് ഇനി മുന്നോട്ട് ഇല്ല എന്നാണ്. ഈ ഡോക്ടർ പറയുന്നത് 3 മാസത്തും കൊണ്ട് സ്കൂളിൽ പോകാം. അപ്പൊ 6 കീമോ വേണം. 6 കീമോ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ശരിയാവും. 3 മാസം കഴിഞ്ഞ് സ്കൂളിൽ പോവാം. അപ്പൊ ലീവ് കൊടുത്തോളൂ. മൂന്നാമത്തെ കാര്യം ഒരു ഫിനാൻഷ്യൽ ബേർഡന്റെ കാര്യമാണ്. അത് കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്നത് തന്നെ. അതായത് HER2 എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ പോസിറ്റീവ് ആയതുകൊണ്ട് US നിന്ന് വരുന്ന ഒരു മെഡിസിൻ, അതിന് 2,78,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. അതിന്റെ പുറമെ കീമോ വേണം, മെഡിസിൻസ് വേണം, എല്ലാം കൂടി ഒരു 3 ലക്ഷത്തിലധികം, 3.5 ലക്ഷത്തിനടുത്ത് ഓരോ ട്രീറ്റ്മെന്റിലും വേണം. അത് 3 ആഴ്ച കൂടുമ്പോൾ വെക്കാൻ വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ തലയെ കൈ വെച്ചു പോയി. എന്ത് ചെയ്യുമെന്നറിയില്ല. ഞാൻ ഈ വീട്, ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഈ വീട് പണി ഞങ്ങൾ എല്ലാം സ്വരുക്കൂട്ടി വലിയ ലോണായിട്ടൊന്നും എടുത്തില്ലെങ്കിലും കുറച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കുറച്ച് കടമൊക്കെ വെച്ചിട്ട് പൂർത്തിയാക്കിയ വീടാണ്. എൻ്റെ ഒരു എന്താ പറയാ, ഒരു ഡ്രീം സഫലമാക്കിയതുപോലെ പൂർത്തിയാക്കിയ വീടാണ്. അപ്പൊ എല്ലാം നുള്ളിപ്പെറുക്കി വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 3 ആഴ്ച കൂടുമ്പോൾ 3.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും പതറിപ്പോയി. അപ്പോ അങ്ങനെ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് സ്കൂളിൽ നിന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു.
പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ FB-ലൊക്കെ എഴുതുമ്പോൾ സുഹൃത്തുക്കളൊക്കെ പേഴ്സണലി വിളിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ റൈറ്റപ്പ് പുറത്തൊക്കെ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് പേര് സഹായിക്കാൻ റെഡിയായി. അങ്ങനെ ആ ഒരു സഹായം വരുന്നു എന്ന് വന്നപ്പോ ഞാൻ മനസ്സൊന്നുകൂടി ധൈര്യപ്പെട്ടു. കാരണം പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. എന്തു മനോധൈര്യം ഉണ്ടായാലും ചികിത്സയ്ക്കുള്ള പൈസ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അപ്പോ എനിക്ക് ഈ അവസരത്തിൽ ഒന്ന് മറ്റുള്ളവരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ ഈ വീട് പണി, മറ്റു തിരക്കുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം കൂടി നോക്കുമ്പോൾ ഞാനൊരു ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഒന്നും എടുത്തിരുന്നില്ല. അത് വലിയൊരു വിഡിത്തം തന്നെയാണ്. ശരിക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറെ ഭാഗമെങ്കിലും നമുക്ക് ഒരു സപ്പോർട്ടായി പോയേനെ. പക്ഷെ ഇപ്പോഴുള്ള ചികിത്സ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ പോലെ ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾ സാധാരണഗതിയിൽ എടുക്കാൻ സാധ്യതയുള്ള ഒരു 15 ലക്ഷത്തിന്റെയോ 20 ലക്ഷത്തിന്റെയോ ഒരു ഇൻഷുറൻസ് ആണ് എടുക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതാ എനിക്കിപ്പോ ഈ 1.5-2 വർഷം കൊണ്ട് 60 ലക്ഷത്തോളം ചെലവായി കഴിഞ്ഞു. എങ്ങനെയൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. ദൈവാനുഗ്രഹത്തെക്കാൾ മനുഷ്യരുടെ സഹായവും സ്നേഹവും, പിന്നെ നമ്മുടെ ഒരു ജീവിതശൈലി പരമാവധി ഒതുങ്ങി ചുരുക്കത്തിലുള്ള ജീവിതശൈലിയാണ് ഞാനായാലും മക്കളായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കടങ്ങളൊന്നും ഇല്ലാതിരുന്നതും അതിന് മുമ്പ് ഇല്ലാതിരുന്നതും ഒക്കെ ഒരു സമാധാനമായി. ഇൻഷുറൻസ് എല്ലാവരും, ആരോഗ്യ ഇൻഷുറൻസ് ചെറുതാണെങ്കിലും എല്ലാവരും എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ അവരൊരു പകുതി സപ്പോർട്ടാവും. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്നത് ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ ആ അക്കൗണ്ട് തുടങ്ങി എനിക്ക് ഒരു 30 ലക്ഷത്തിലധികം അക്കൗണ്ടിൽ 23 ലക്ഷവും പിന്നെ ആൾക്കാർ പേഴ്സണലായിട്ട് അയച്ചതൊക്കെ കൂടി ഒരു 30-32 ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്നത് എനിക്ക് വലിയ ആശ്വാസം, എത്ര എന്ന് പറഞ്ഞാൽ അറിയിക്കാനാവാത്ത ആശ്വാസമാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. തീർച്ചയായിട്ടും. അത് ഇതിന്റെ കൂട്ടത്തിൽ ചോദിച്ചോട്ടെ, അതായത് ഇതിന്റെ പെർസെന്റേജ് എനിക്ക് അറിയില്ല, എങ്ങനെ പറഞ്ഞു, ഞാൻ സയന്റിഫിക്കലി അത് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഒരുപാട് കേൾക്കുന്നുണ്ട് ഈ ഒരു അസുഖമുണ്ട് പല പല രീതിയിലായിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും NGOസോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്ന അങ്ങനെ എന്തെങ്കിലും സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഘടനകളൊന്നും സഹായം ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂളിൽ നിന്നും പിന്നെ ഈ പൊതുപ്രവർത്തകര് ആയിട്ടുള്ള എനിക്ക് ഞാൻ സ്റ്റേജ് ആങ്കർ ആയിരുന്നല്ലോ വർഷങ്ങളോളം, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആങ്കറിങ് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ കൗൺസിലറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അപ്പൊ ആ ഒരു മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യർ ചേർന്നിട്ടാണ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അതില് സ്കൂള് മാത്രമല്ല ഒരുപാട് മനുഷ്യർ എന്നെ അറിയുന്നതും അവരൊക്കെ പല പല മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും അത് പത്രത്തിലേക്ക് കൊടുത്തപ്പോൾ പത്രത്തിൽ നിന്ന് ആൾക്കാർ അറിഞ്ഞിട്ട്, എന്നെ അറിയുന്നവരും അറിയാത്തവരും അതിലേക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ഉണ്ടായി. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു, അതായത് മനുഷ്യരെ വിഷമിക്കുന്നവരെ സഹായിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. നന്മയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പൊ ആ നന്മ സ്വീകരിക്കുന്ന, ആദ്യം എനിക്കൊരു നാണക്കേട് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. പൈസ വേണം, ഈ ലക്ഷങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും എന്ന അങ്കലാപ്പുള്ളപ്പോഴും എന്റെ ഒരു ക്ലാസ്മേറ്റ് ശ്രീകുമാറാണ് എന്നോട് പറയുന്നത്, ജ്യോതി വിചാരിക്കുന്ന പൈസ ഒന്നും മതിയാവില്ല, ഞങ്ങളുടെ പാരന്റും കൂടിയാണ്, അപ്പൊ ഞങ്ങൾ സ്കൂളിലെ പാരന്റ്സ് ഒക്കെ കൂടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വിചാരിക്കേണ്ട, ഒരു അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിന്റെ ഹെഡായിട്ടുള്ള ശ്രീ മഹേഷ് ചന്ദ്ര ബാലികയോട് സംസാരിച്ചു. അങ്ങനെ പിന്നെ കുറെ പേര്, മാതൃഭൂമിയിലെ പ്രിയംവദേച്ചി, ഷാഹുൽ അമ്മേദുക്ക, അങ്ങനെ ഇവരൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ഒത്തുചേർന്നിട്ടാണ് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതും അതിലേക്കാണ് കൂടുതൽ സഹായം വന്നത്. ബാക്കി കുറെ പേര് പേഴ്സണലി എന്നെ സഹായിക്കുകയും ചെയ്തു. അതില്ല സത്യമായിട്ടും പതറിപ്പോകുന്ന അവസ്ഥയാണ്. പിന്നെ മറികടന്നേ മതിയാവുന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും വഴി തെളിയും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് മരിച്ചു പോകാൻ ഞാനും റെഡി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഡോക്ടർ ഇവർക്ക് ഹോപ്പില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അല്ല, ഡോക്ടർക്ക് ഹോപ്പില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഹോപ്പുണ്ടെന്ന്. സത്യം, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, ഞാൻ എന്റെ മനസ്സിൽ ഓർപ്പിച്ചു, എനിക്ക് ഹോപ്പുണ്ട്, ഞാൻ ജീവിക്കും. കാരണം എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് എന്റെ മക്കൾക്ക് ഞാൻ വേണം. ഒരു കരയ്ക്കെത്തുന്നവരെ എന്റെ മക്കൾക്ക് ഞാൻ വേണം. സ്കൂളിലാണെങ്കിൽ എന്റെ അസുഖാരന് വീട്ടിൽ പോയി കരഞ്ഞ മക്കൾ ഒരുപാടുണ്ട്. അപ്പൊ ആ സ്നേഹമൊക്കെ എനിക്ക് കിട്ടണമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇട്ടേച്ച് പോകാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അപ്പൊ പോവില്ല എന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ പറയുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. ആദ്യത്തെ പോസ്റ്റിൽ തന്നെ ഈ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതുകൂടിയായിരുന്നു നമുക്കൊരു പ്രചോദനമായത്, ഇത് കൂടുതൽ ഷെയർ ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും. ഐ മീൻ, നമ്മൾക്കൊരു പരിധിയുണ്ട്, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും. മാത്രമല്ല, ഇടയ്ക്ക് ഇടുന്ന
അപ്ഡേറ്റ്സും നമുക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ അതിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ അത്തരം മെസ്സേജസിൽ പോസ്റ്റുകളിൽ കാണാറുണ്ടല്ലോ. അപ്പൊ അതും വലിയൊരു പ്രചോദനമായിരുന്നു അങ്ങനെ നമുക്ക് വായിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് കൂടിയാണ് നമുക്കിപ്പോ സംസാരിക്കണം തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോ ഒരാൾക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ അത്രയായല്ലോ നല്ലതാണ്. അധ്യാപികയാണ്, അവതാരകയാണ്, ആക്ട്രസ്, ഇപ്പൊ തിയേറ്റർ പെർഫോമർ ആണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു ബലം, ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ, കുട്ടികൾക്ക് പ്രചോദനമാവുന്ന ഒരാള്, കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരാള്, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഞാൻ പ്രത്യേകിച്ച് ഞാൻ കണ്ണൂർ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പി കോഴ്സാണ് ചെയ്തത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സത്യമായിട്ടും ആ ഒരു കോഴ്സ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. എന്റെ വ്യക്തിത്വത്തെ ഒരുപാട് മാറ്റിമറിച്ചൊരു കോഴ്സായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ ഉള്ളിൽ വന്ന ഒരു ഇന്നർ പവർ എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു മനഃശക്തി എന്റെ മക്കൾക്ക്, അതായത് എന്റെ സ്റ്റുഡൻസിനും എന്റെ മക്കൾക്കും ഒക്കെ പകർന്നു കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഓരോരുത്തരും അവനവന്റെ പാത്രത്തിൽ ഉൾക്കൊള്ളുന്നത് അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. ഓരോ വ്യക്തിയും ഉൾക്കൊള്ളുന്നതിന് വ്യത്യസ്തതയുണ്ടല്ലോ. അപ്പോ ആ ഒരു ധൈര്യം മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മക്കളോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ സ്വന്തം സുരക്ഷയെക്കുറിച്ച് പല ക്ലാസ്സുകളിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ, എനിക്കൊരവസ്ഥ വരുമ്പോ പതറാൻ പാടില്ലല്ലോ. അപ്പൊ ആ പതറാൻ പാടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ പതറുക എന്നുള്ള വെറും വാക്കുകളിലല്ല, ഉള്ളിൽ തന്നെ വിചാരിച്ചു. പക്ഷെ അതിനുള്ള സപ്പോർട്ട് വന്നു. കാരണം ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കീമോ തുടങ്ങിയപ്പോ. അതിൽ തന്നെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സത്യം പറഞ്ഞ എന്റെ അനിയത്തിയാണ്. അവള് വന്നു, അവള് നഴ്സിംഗ് പഠിച്ചതായിരുന്നു, അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി. അപ്പോ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത എന്നെ എങ്ങനെയൊക്കെയോ എന്തെങ്കിലും നേരോ ഒക്കെ കഴിപ്പിച്ച്, സത്യത്തിൽ ഫിസിക്കലി വയ്യാണ്ടായാലും നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയാലും, ഞാൻ പറഞ്ഞില്ലേ 2-3 ഘടകങ്ങളുണ്ട്. മൈൻഡ് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് ഇത്തരം ചികിത്സയുടെ ഏറ്റവും പ്രധാന ഘടകമാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നല്ല ചികിത്സ നമ്മളെ വീട്ടിൽ, ഇപ്പോ ഡോക്ടർ അവിടെ നമ്മളെ ചെക്കപ്പ് ചെയ്ത് മരുന്നൊക്കെ കുറിച്ച് വിടും. ബാക്കി വീട്ടിൽ നിന്നാണ് ഈ ചികിത്സ സത്യത്തിൽ നടക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലാത്തവർ വീട്ടിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ആ ചികിത്സയ്ക്ക് നമ്മളെ സഹായിക്കാനും അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനുള്ള ആൾ എങ്ങനെയാണ് എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. മെന്റലി വീക്ക് ആക്കാതെ നോക്കുന്ന, നമ്മളെ ഒരു കുട്ടികളെ പോലെ കെയർ ചെയ്യുന്ന, അതൊരു ഭാഗ്യം എനിക്ക് എന്റെ അനിയത്തിയുടെ അടുത്ത് നിന്ന് കിട്ടി. സത്യത്തിൽ ആ ഒരു 3 മാസം അവൾ എന്നെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയാം. അപ്പൊ ആ ഒരു മനഃശക്തിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റി. എങ്കിലും കീമോയുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അത് സത്യത്തിൽ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോ തന്നെ പുറകിൽ വേദനയുണ്ട്, പിന്നെ കൈ ഉയർത്താൻ പ്രയാസമുണ്ട്. പക്ഷെ ഞാൻ എക്സർസൈസ് ചെയ്യുന്നു. ഇത്ര പോലും പൊങ്ങാത്ത കൈ ഇപ്പോ ഇത്രയൊക്കെ പൊങ്ങി തുടങ്ങി. അതൊരു ന്യൂറോപ്പതിയിൽ വന്നാൽ ഇതൊന്നും പൊങ്ങാതെ കിടക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നു, ഡെയിലി ശ്രമിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം മുന്നോട്ട് പോകണം, എന്റെ ജീവിതം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊരു ചിന്ത. കാരണം ഞാൻ നന്നാക്കി എടുത്താലേ എന്റെ ജീവിതം നന്നാവുകയുള്ളൂ. നമ്മളെങ്ങനെ ആവശ്യപ്പെടണോ ജീവിതത്തിനോട് എന്നുള്ള രീതിയിലത്തെ, എല്ലാപ്പോഴും ഒന്നും സംഭവിക്കണമെന്നില്ല, പക്ഷെ ആ ഒരു ഡിറ്റർമിനേഷനും കോൺഫിഡൻസും ഉണ്ടാവാന്നുള്ളത് പ്രധാനം. ഞാൻ എപ്പോഴും വയ്യാതാവുന്ന ആളുകളുടെ അടുത്ത് എനിക്ക്, അവരുടെ ബന്ധുക്കളുടെ അടുത്ത് എനിക്ക് പറയാൻ തോന്നുന്നത്, അവർക്ക് കോൺഫിഡൻസ് കുറയാതെ നോക്കുക എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ആ കോൺഫിഡൻസ് വിടുന്ന സമയത്താണ് അവർ പെട്ടെന്ന് വീക്ക് ആവണമെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഓരോ ഇന്ററാക്ഷനിൽ. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ കമ്പാഷനെ കുറിച്ച് പറയും. പലപ്പോഴും നമ്മളറിയാതെ തന്നെ നാട്യങ്ങളായി പോവാറുണ്ട്. അതായത് ഇപ്പൊ ഞാൻ അങ്ങയോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ പൊതുവെ അങ്ങനെ പറയുമല്ലോ, പനിയായിരുന്നു, എന്റെ കസിന് പനിയായിരുന്നു, പിന്നെ 3 ദിവസം ഹോസ്പിറ്റലിൽ ആവേണ്ടി വന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ, അത് ഉദ്ദേശിച്ചുകൊണ്ട് പറയണായിരിക്കില്ല, ഒരു പേടിക്കണ്ടെന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞു വരുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇയാളെ പോലും വീക്കാക്കുന്ന രീതിയിലാണ് ആളുകൾ സംസാരിച്ചു പോവാം. അപ്പോ ഈ ഒരു ഘട്ടത്തിലേക്കൂടെ പോകുമ്പോൾ ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും, ഓൺലൈനായിട്ടും നേരിട്ടും ഒക്കെ. ഒരാളെ എങ്ങനെ പെരുമാറണം എന്നാണ് ജ്യോതിക്ക് തോന്നിയിട്ടുള്ളത്? നമ്മള് പോസിറ്റീവായിട്ട് തന്നെ, അതായത് ഇതിനെ മറികടക്കാൻ പറ്റും. ഈ ബുദ്ധിമുട്ടുകളെ ഇപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് രീതിയിൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം അയാളുടെ വേദനകളെ നമ്മൾ ഉൾക്കൊള്ളുക. അയാൾ പറയുന്നത് കേൾക്കാൻ നല്ലൊരു ലിസണറായി മാറുക. അയാൾ പറയുന്നത് കേട്ടിട്ട് അതിനുശേഷം അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പൊ അയ്യോ എന്നാലും ഇതെങ്ങനെ വന്നു, എന്നാലും നിനക്ക് ക്യാൻസർ വന്നല്ലോ,
ഇതെന്തൊരു കഷ്ടമാണ്, നിനക്ക് എന്തുകൊണ്ട് വന്നു, ഈ രീതി പറയാതിരിക്കുക. ഒരു കാര്യമില്ല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട്. നേരെ മറിച്ച് നമ്മള് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, ഇപ്പൊ നല്ല ചികിത്സയുണ്ട്, എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. എന്തെങ്കിലും പറ്റുമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഇത്തരം പേഷ്യൻസിനോട് പറയുക. നമ്മൾ ചില സിനിമയിലൊക്കെ കോമഡി കാണുന്ന പോലെ അയ്യോ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ക്യാൻസർ വന്നിട്ട് ഇന്നയാള് മരിച്ചുപോയി എന്നൊന്നും ആ രോഗിയുടെ അടുത്ത് പോയിട്ട് പറയാതിരിക്കുക. കാരണം എന്തായാലും ആദ്യം ഈ പ്രശ്നം ഞാനിപ്പോ ആശിഷ്, ഞാൻ ഒരുപാട് പേരോട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. എന്റെ ഒരുപാട് സമയം ക്യാൻസർ ബാധിച്ചവര് അവരെ ബന്ധുക്കളൊക്കെ സംസാരിക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊരു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞാൻ പഠിച്ചത് അല്ലെ മറ്റുള്ളവരെ ഒക്കെ ആശ്വാസം കൊടുക്കാൻ, റിലാക്സേഷൻ കൊടുക്കാൻ ഞാൻ പഠിച്ചത് ഈ ക്യാൻസർ വന്നു എന്ന അനുഭവത്തിലൂടെ കടന്നുപോയതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ ഭീകരത എത്രയാണെന്ന്. അതുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് തീർത്തും സൗജന്യമായിട്ട് ഞാൻ കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പൊ ഫോണിൽ കൂടിയാണ് കഴിയുന്നത് നടക്കുന്നത്. എന്റെ കൗൺസിലിംഗ് സെന്ററിന്റെ പണി തുടങ്ങണത്രേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതവിടെ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നു. ഈ വിളിക്കുന്നവരുടെ ഒക്കെ പ്രശ്നം മാനസികമായി തകർന്നു പോകലാണ്. ഇപ്പോ ഫസ്റ്റ് സ്റ്റേജില് ക്യാൻസർ വന്ന ആൾക്കാരും തീർന്നു ഇതാ മരിക്കാൻ പോവാണ് എന്ന മട്ടിലാണ് വിചാരിക്കുന്നത്. മറ്റുള്ളവർ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 4th സ്റ്റേജ് കഴിഞ്ഞ് മൊത്തം ആന്തരികാവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടും എനിക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങളുടെ ചികിത്സ എളുപ്പമാണ്, നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ കുറച്ച് സമയമേ വേണ്ടൂ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ, ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അവരെ പറഞ്ഞ് എന്താ പറയുക മടുപ്പിക്കാതിരിക്കുക, അല്ലെ പറഞ്ഞ് അവരെ തളർത്താതിരിക്കുക. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരോട്. ചികിത്സയുടെ സമയത്ത്, അതായത് ഈ പല കാര്യങ്ങളിൽ കൂടെ ഇപ്പൊ കീമോ ആയാലും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ ലൈഫിൽ നിന്ന് കുറെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും ലൈക്ക് ഡ്യൂറിങ് ദ പ്രോസസ്. ആൻഡ് ഇപ്പോ അതൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പൊ എന്തൊക്കെയായിരുന്നു മിസ്സായത്, എന്തൊക്കെയാണ് ഇപ്പോ തിരിച്ച് റീഗെയിൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷം? ആദ്യത്തത് എനിക്ക് ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി തുടങ്ങി എന്നുള്ളത് കഴിഞ്ഞ ആഗസ്റ്റ് 2025 ആഗസ്റ്റ് തൊട്ട് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോ മക്കളടുത്ത് തിരിച്ചെത്തി എന്നുള്ളത് വലിയ സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഒരുപാട് കുട്ടികളോട് എനിക്കുണ്ട്, അവർക്ക് എന്നോടും ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും പഠിപ്പിക്കാത്ത മക്കളും ഒക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നു. കാരണം ഞാൻ സ്കൂളില് പബ്ലിക് ഫംഗ്ഷൻ വരുമ്പോഴും പിന്നെ അസംബ്ലിയിലും ഒക്കെ കുട്ടികളോട് സംസാരിക്കാറുണ്ട് പല പല രീതിയിൽ. 2500 കുട്ടികളോളം പഠിക്കുന്ന വിദ്യാലയമാണ്. അതിലെല്ലാ ക്ലാസ്സിലും നമ്മൾ പഠിപ്പിക്കുന്നില്ല, പക്ഷെ പബ്ലിക് ഫംഗ്ഷനോ അസംബ്ലിയോ ഒക്കെ വരുമ്പോൾ സംസാരിക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കാത്ത ക്ലാസ്സുകളിലെ മക്കൾക്കും എന്നെ അറിയാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കൂടെയൊക്കെ അവരുടെ രക്ഷിതാക്കൾക്ക് അറിയാം. അങ്ങനെയൊക്കെ ഇപ്പൊ അവര് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിലേക്ക് എനിക്ക് തിരിച്ചെത്താൻ പറ്റി. കാരണം ഈ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങളോളം നിഷ്കളങ്കരായിട്ടും സുന്ദരമായിട്ടും മറ്റൊരു സൃഷ്ടിയില്ല. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നത് ആദ്യത്തെ സന്തോഷം. അതെനിക്ക് നല്ലോണം മിസ് ചെയ്തിരുന്നു. കുട്ടികളുടെ മെസ്സേജ് ഒക്കെ ഞാൻ പോസ്റ്ററൊക്കെ ഇട്ടതുപോലെ മാം എപ്പോഴാ വരിക ഇങ്ങനെ ചോദ്യങ്ങളുടെ പ്രളയമാണ്. അത് ഫോൺ വിളിച്ചിട്ടും ചോദിക്കും, ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും, മാം ഓക്കെ ആയോ എപ്പോഴാ വരിക ഇങ്ങനെ. ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം തോന്നുമല്ലോ. അപ്പൊ അത് തിരിച്ചെത്താൻ പറ്റിയത് ഒന്നാമത്തെ സന്തോഷം. മറ്റൊന്ന്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് ആങ്കറിംഗ് എന്നുള്ളത്. അത് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരു 1000-ഓളം സ്റ്റേജുകൾ, 1000-ലധികം സ്റ്റേജുകൾ ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേദികളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും എനിക്ക് വന്നു കഴിഞ്ഞു. ആങ്കറിങ്ങും ഞാൻ ചെയ്തു തുടങ്ങി, വീണ്ടും തിരിച്ച് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. അതും ഒരു സന്തോഷമാണ്. അപ്പോ ചിലരെങ്കിലും ഞാൻ ഇപ്പോഴും ഇങ്ങനെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ എന്ന ധാരണ കൊണ്ട് വിളിക്കാതിരിക്കുന്നവര് അങ്ങനെയല്ല. ഞാനിതാ ചെയ്തു തുടങ്ങി, ഞാൻ ഇറങ്ങി തുടങ്ങി. ബാക്കി പ്രശ്നങ്ങളെയൊക്കെ സൈഡാക്കിയിട്ട് ഞാൻ ഇറങ്ങി തുടങ്ങി. അത് എനിക്ക് എന്റെ സന്തോഷവും തിരിച്ചു തരുന്നു, അഭിമാനം തിരിച്ചു തരുന്നു, സാമ്പത്തികമായിട്ടും എനിക്ക് സഹായമാണ്. പിന്നൊന്ന്, ഞാൻ കുറച്ച് സിനിമ അങ്ങനെ എന്റെ ഒരു മെയിൻ താല്പര്യമായിരുന്നില്ല, എങ്കിലും നല്ല അവസരം വരുമ്പോൾ നല്ല ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് സന്തോഷമാണ്. അതും കുറച്ച് കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്യാൻ മാത്രം ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളും വന്നു തുടങ്ങി. അപ്പൊ ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ.
നമ്മള് പരിചയപ്പെടാൻ ഇടയായത് കുളിർമാഷ് വഴിയാണ്. അപ്പോ അതെ. തീർച്ചയായിട്ടും കുളിർമാഷ് ഇപ്പോ റീസെന്റ് സംഗീതനാടക അക്കാദമിയുടെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരവ്? പ്ലാനിങ് ടു ഓർ എന്താണ് അതിന്റെ ഒരു അവസ്ഥ? ഇല്ല, അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായി വന്നിട്ടില്ല. മാഷിന്റെ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു അടുപ്പത്തിന് ഇടയായിട്ടുണ്ട്. മാഷ് നമ്മളോടുള്ള സമീപനവും അങ്ങനെയാണ്. നമ്മൾ ആ ഒരു കൂട്ടായ്മയും നല്ല രസമായിരുന്നു. കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും. പിന്നെ മാഷും ഞാനും ഹിഗുറ്റ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരുമിച്ചല്ലെങ്കിലും അദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട്, ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധം കൂടി മാഷുമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എന്താണ്, ഒരു മാജിക് ആണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നത്. ആ അറിവിനെ അല്ലെങ്കിൽ പുതിയ ടെക്നിക്കുകളെ, ടിപ്സ് എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് തരിക എന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. ക്രമേണ നമ്മള് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളിലേക്ക് അങ്ങ് ഇൻജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു മാഷിന്റെ ക്ലാസ്. ചില ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ചില കുറിപ്പുകളിലൊക്കെ, അതായത് അവർ തന്നിരുന്ന ആശ്വാസം. അപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ട് പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നല്ല മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുക. അപ്പോ അതുപോലെ നമ്മൾ ആ അറിവുകൾ പകർന്നു കിട്ടാൻ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ക്യാൻസർ വന്നപ്പോൾ നമ്മള് ക്യാൻസർ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുന്നു എന്നതിന് പുറമെ ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ റബി ഹഷീം എനിക്ക് മുമ്പേ അറിയാവുന്ന ഒരു നല്ല സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ മെഡിസിൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ പലരും ഒരു പൽമനോളജിസ്റ്റ്, ഒരു പീജിസ്റ്റ് ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഡോക്ടേഴ്സും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട് നിർഭാഗ്യവശാൽ. അപ്പൊ അങ്ങനെ നമുക്ക് സപ്പോർട്ട് തരുന്ന ഡോക്ടേഴ്സിനെ കണ്ടെത്തുകയും നമ്മുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. നമ്മൾ ഒരു വഴിക്ക് മാത്രം പോവാതെ, എനിക്ക് പറ്റിയ ഒരു അറിവില്ലായ്മ ഒരു അബദ്ധം, കീമോ ചെയ്തപ്പോൾ എനിക്ക് ന്യൂറോപ്പതി വന്നു. അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്നൊരു അറിവ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് FB-യിൽ ഒരാള് ഒരു കമന്റ് ആയി ഇട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു അറിവ് കിട്ടുന്നത്. അപ്പൊ ഏത് അറിവും കിട്ടാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ആശിഷ്, ഈ സമയത്ത് ഈ ക്യാൻസർ പോലുള്ള അസുഖം വരുമ്പോൾ എന്തോ ഒരു ഭീകരാവസ്ഥയാണെന്നോ കുടുംബത്തിനുള്ള ശാപമാണെന്നോ ഒക്കെ വിചാരിച്ച് ആളുകൾ ഇതിങ്ങനെ മറച്ചു വെക്കുന്ന, ആരോടും പറയാതെ ഇങ്ങനെ മറച്ചു വെക്കുന്ന അവസ്ഥയുണ്ട്. സത്യത്തിൽ ആരും അറിയാത്തവരെ ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ എന്തിനാണ് മറച്ചു വെക്കാനുള്ളത്? എല്ലാ അസുഖം പോലെ ഒരു അസുഖം മാത്രമാണ് ഇതും. അതും തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ മാറ്റാവുന്ന അസുഖമാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജും ക്യാൻസർ മാറുക എന്ന് വെച്ചാൽ നമ്മളൊരു പനിക്ക് പോയി ചികിത്സിച്ച് മാറി വരുന്ന പോലെ തന്നെ വരാൻ പറ്റും. അതിലൊപ്പം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, നമ്മൾ കുറച്ചുകൂടി അറിവുകൾ, പരമാവധി അറിവുകൾ ശേഖരിക്കുക. ആ അറിവിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി കൊണ്ടുപോവുക എന്നതും കൂടെ ഓർത്താൽ മതി. അതുകൊണ്ട് മറച്ചു വെക്കണ്ട. കാരണം മറച്ചു വെച്ചാൽ ഒന്ന് സംഭവിക്കുന്നത്, ഒരു ഗുണമുള്ളത് ഈ മാതിരി നെഗറ്റീവ് അഭിപ്രായങ്ങൾ നമ്മുടെ ചെവിയിലെത്താതെ ഇരിക്കും. കാരണം ഇതുമാതിരി ദുരുദ്ദേശപരമായിട്ടൊക്കെ ഇയാളെ ഏതായാലും വീഴും, 1-2 ചവിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാർ അടുക്കാതിരിക്കും. പക്ഷേ അതേസമയം നല്ല അറിവുകളോ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസോ ഒക്കെ നമുക്ക് കിട്ടേണ്ട ഒരു അവസരം ഇല്ലാതായി പോകും നമ്മളിങ്ങനെ മറച്ചു വെക്കുമ്പോൾ. പിന്നെ മറച്ചു വെക്കാൻ ഒന്നും ഇല്ലെന്നേ, ക്യാൻസറും സാധാരണ അസുഖം പോലെ ആയി കഴിഞ്ഞു. ഇപ്പൊ കുറച്ചും കൂടി അതിന്റെ ഒരു കീമോ എന്ന ഒരു ഭീകര ട്രീറ്റ്മെന്റ് മാറിയിട്ട് കുറച്ചും കൂടി പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ മറച്ചു വെക്കേണ്ടിയൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്, ഈ തുടക്കത്തിൽ ചില ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ചിലര്, എനിക്ക് ഒരു ലക്ഷണം ഇല്ലായിരുന്നു എന്റെ ഈ ബാക്ക് പെയിന്, ഞാനത് വിശദമായി എഴുതിയിട്ടുണ്ട്. ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ സമീപിക്കുകയും അവരോട് അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ, സ്കാനിങ് എടുത്തു നോക്കാം എന്ന് പറഞ്ഞാൽ ഇല്ലില്ല കുഴപ്പമില്ല, ഇത് ബാക്ക് പെയിൻ ആണ്, നിങ്ങൾ 1 മാസം മരുന്ന് കഴിക്കൂ, 1 മാസം മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞാൽ അവരായി നീട്ടിയതല്ലാതെ ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ചില ലക്ഷണങ്ങൾ കണ്ടാല് അയ്യോ ഇത് ക്യാൻസർ മറ്റോ ആണ്, അയ്യോ എനിക്ക് പേടിയാണ്, അതായത് പേടിച്ച് നമ്മള് ഈ എന്താണ് ടെസ്റ്റ് നടത്താതെയും ചികിത്സ നടത്താതെയും ഇരിക്കുന്ന ഓരോ ദിവസവും ആ അസുഖത്തെ ഭീകരമാക്കുകയാണ്. അതുകൊണ്ട് എന്ത് ലക്ഷണം കണ്ടാലും ഉടനെ അതിനെ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്ത് അസുഖമാണ്, ചിലപ്പോൾ ഒരു മുഴ, സാധാരണ മുഴയായിരിക്കാം, ഫാറ്റ് അടിഞ്ഞു കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും. എന്ത് തന്നെയല്ല, അതിന് ചികിത്സിക്കുക, എത്രയും പെട്ടെന്ന് ചികിത്സയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്
അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെ അത് സീരിയസ് ആയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വൈകരുത്, കാണിക്കാനും ടെസ്റ്റ് ചെയ്ത് അത് എന്താണെന്ന് തീരുമാനിക്കാനും അതിന് ചികിത്സ നടത്താനും. താങ്ക് യു സോ മച്ച് ജ്യോതി. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തുടങ്ങി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അതിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും കണക്ട് ചെയ്ത് സംസാരിക്കാനുണ്ട്. എല്ലാ ആശംസകളും. ഇത് ഈ ഒരു കരുത്ത് കൂടുതൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്ത് അവർക്കും ഒരു കരുത്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. തീർച്ചയായും തീർച്ചയായും. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഈ അസുഖത്തിലൂടെ ഞാൻ കടന്നുപോയത് ഇതുമാതിരിയുള്ള എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വളരെ കുറച്ച് വല്ലപ്പോഴും വല്ല ജലദോഷം അല്ലാതെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യമായിട്ടില്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോ ഇങ്ങനെ ഒരു വരുമ്പോ വലിയ സമ്പത്തായിട്ട് തന്നെ വന്നു. അപ്പൊ വരുമ്പോ വലിയതായിട്ട് വന്ന ഈ സംഭവത്തിലൂടെ ഞാൻ കടന്നുപോയത് കൊണ്ട് എനിക്ക് ഒരുപാട് മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നു, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് അതായിരിക്കും എന്റെ നിയോഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്റെ കൗൺസിലിംഗ് സെന്ററിന്റെ പണി പൂർത്തിയായാൽ തീർച്ചയായും എന്റെ മരണം വരെ ക്യാൻസർ പേഷ്യൻസിന് ഞാൻ സൗജന്യമായി തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട എല്ലാം, അത് കൗൺസിലിംഗ് ആയാലും എനിക്കറിയാവുന്ന അനുഭവങ്ങളായാലും ഇൻഫർമേഷൻസ് ആയാലും കൊടുക്കും. അത് എന്റെ ഒരു കടമയാണ്, ഡ്യൂട്ടിയാണ്, എന്നെ ഈശ്വരൻ ഏൽപ്പിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ ചെയ്യും. ആശിഷ് ഇത്രയും നേരം എന്നെ ഇങ്ങനെ ഒരു ടോക്കിന് ക്ഷണിച്ചതിലും ആശിഷിന്റെ മീഡിയയിൽ കൂടി ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്ന ധാരാളം സംഭാഷണങ്ങൾ ഉണ്ടാവട്ടെ. എന്നെ ഇതിനെ വിളിച്ചതിന് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു സോ മച്ച്. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come